2011 ആദ്യ ചിത്രം സംവിധാനം ചെയ്തു. അതിന് 2 ദേശീയ അവാർഡുകളും നേടി. 59ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ബെസ്റ്റ് ഡെബ്യൂട്ട് ഫിലിം ഓഫ് എ ഡയറക്ടർ ത്യാഗരാജൻ കുമാരരാജ. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് പ്രവീൺ ശ്രീകാന്ത് എന്നിവരും നേടി. 2011 മികച്ച തമിഴ് സിനിമകളിലൊന്നായി ഏറെ പേരും തെരഞ്ഞെടുത്ത ചിത്രം. നിരൂപക പ്രശംസ നേടിയ ചിത്രം. ജാക്കി ഷ്രോഫ്, രവികൃഷ്ണൻ, സമ്പത്ത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ആരണ്യകാന്ഡം. ഇത്തവണ ആരണ്യകാന്ഡത്തിൻ്റെ റിവ്യൂ അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ ഇറങ്ങി 8 വർഷങ്ങൾ കഴിയുന്നു. അതിനിടയിൽ ത്യാഗരാജൻ കുമാരരാജ എന്ന സംവിധായകൻ എവിടെയായിരുന്നു? എന്നെ അറിന്താൽ എന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കൺസൾട്ടൻറ്റ്, എക്സ് പാസ്റ്റ് ഈസ് പ്രസൻറ്റ് എന്ന ചിത്രത്തിൻ്റെ ഒരു പാർട്ടിൻ്റെ കഥ ചെയ്തു. കഴിഞ്ഞ വർഷം സീതക്കാതി എന്ന ചിത്രത്തിൽ ഗാനരചയിതാവായി. തമിഴിലെ ആദ്യത്തെ നിയോ നോയർ ഗാങ്സ്റ്റർ സിനിമയായി കണക്കാക്കപ്പെടുന്ന ക്രൈം ഡ്രാമയായിരുന്നു ആരണ്യകാന്ഡം. 8 വർഷങ്ങൾക്ക് ശേഷം ആ സംവിധായകൻ തൻ്റെ 2ാമത്തെ സംവിധാനം ചെയ്യുന്ന ചിത്രവുമായി വരുന്നു. വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, സമന്ത, മിസ്കിൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന സൂപ്പർ ഡീലക്സ് സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുന്നു. ഈ സിനിമ തീർച്ചയായും കാണണം എന്ന് തീരുമാനിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ആ കാരണങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ പേര് ത്യാഗരാജൻ കുമാരരാജ എന്ന സംവിധായകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയും. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളെ കടമെടുത്താൽ ചിത്രത്തിൻ്റെ ട്രെയിലർ എന്നത് പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഡീലക്സ് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സിനിമയും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിരുന്നു. തൻ്റെ സിനിമയെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതിൽ തന്നെ ഫിലിം കമ്പാനിയൻ്റെ ഭരദ്വാജ് രംഗൻ നടത്തിയ ഇൻ്റർവ്യൂ ഭയങ്കര രസമുള്ള ഒന്നാണ്. അതിൽ ഒരു ചെറിയ സിനിമയെ തുടങ്ങാനുള്ള പ്ലാനായിരുന്നു സൂപ്പർ ഡീലക്സും. അപ്രതീക്ഷിതമായാണ് വിജയ് സേതുപതി ഇതിൻ്റെ ഭാഗമാവുന്നതും. കഥ കേട്ടപ്പോൾ വിജയ് സേതുപതി ഓക്കെ പറഞ്ഞു. പിന്നെ ഫഹദ് ഫാസിൽ സുഹൃത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് കഥ പറഞ്ഞു. സേതുപതിയുടെ ശില്പയും ഫഹദിൻ്റെ മുകുളും അങ്ങനെ സിനിമയുടെ ഭാഗമായി. ആദ്യ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാകും സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്താണെന്ന്. ആ ഒരു അനുഭവം മാത്രം മതി സൂപ്പർ ഡീലക്സിൽ പ്രതീക്ഷ അർപ്പിക്കാം. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ ആരാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 പേരുണ്ട്. സൂപ്പർ ഡീലക്സിൻ്റെ സംവിധായകൻ തന്നെയായ ത്യാഗരാജൻ കുമാരരാജ, അഞ്ചാതെ, ഓനായി മാട്ടിൻകുട്ടിയും, തുപ്പറിവാളൻ എന്നീ വമ്പൻ ചിത്രങ്ങളുടെ സംവിധായകനായ മിസ്കിൻ, സൂതുകാവും, കാതലും കടന്നു പോകും തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ നളൻ കുമാരസ്വാമി, ആലിബാബ എന്ന സിനിമയുടെ സംവിധായകനായ നീലൻ കെ ശേഖർ എന്നിവർ ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ഇവർ ഒരുമിച്ചിരുന്നല്ല തിരക്കഥ എഴുതിയിരിക്കുന്നത്. കുമാരരാജ ചിത്രത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ, അവസാനം എന്നിങ്ങനെ ഓരോ ആൾക്കാരോടും, അതും കഥയുടെ മൊത്തം സ്ട്രക്ചർ പറയാതെ വ്യത്യസ്ത ഭാഗങ്ങൾ മറ്റെഴുത്തുകാരോട് പറയുന്നു. അവർ അത് വെച്ച് എഴുതുന്നു. അതിനുശേഷം സംവിധായകന് കൊടുക്കുന്നു. അതിനെ സംവിധായകൻ വിലയിരുത്തിയ ശേഷം സിനിമയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു പ്രോസസ്സ് തന്നെ വലിയൊരു പരീക്ഷണമായാണ് തോന്നിയത്. ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് എഴുതുന്നത്, അല്ലാതെ ഡിസ്കസ് ചെയ്തിട്ടുമല്ല. അവർ എഴുതിയത് മറ്റൊരാളുമായി ഡിസ്കസ് ചെയ്തിട്ടുമില്ല. സിനിമയുടെ പ്രോസസ്സ് തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണല്ലേ. നളൻ കുമാരസ്വാമി, മിസ്കിൻ എന്നിവർ തന്നെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രീതികളിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ മുമ്പത്തെ സിനിമകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്യുക എന്നത് തന്നെ ഒരു വലിയ സംഭവമാകുമെന്ന് കരുതുന്നു. ഈ കാരണം കൊണ്ടും സൂപ്പർ ഡീലക്സ് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നു. ഇനി അടുത്ത പ്രതീക്ഷകൾ. ഒരു നടനെ മാത്രം വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. പ്രകടനത്തിനപ്പുറം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ കൂടെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിധിവരെ അടുത്ത കാലത്ത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു നടനാണ് തമിഴ് വിജയ് സേതുപതിയും മലയാളത്തിൽ ഫഹദ് ഫാസിലും. എല്ലാം മികച്ച സിനിമകളെന്നല്ല, എന്നാലും വമ്പൻ നിരാശകൾ എന്നതിലേക്ക് പോയതായി കണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും. പ്രകടനം കൊണ്ട് വമ്പൻ ഞെട്ടിക്കലുകൾ കാണിച്ചു തരുന്നവരും കൂടെയാണ് 2 പേരും. അപ്പോൾ 2 പേരും ഒരുമിച്ച് സ്ക്രീനിൽ വരിക എന്നതും എന്തല്ലേ കട്ട വെയിറ്റിംഗ്. ശില്പ എന്ന കഥാപാത്രമാവാൻ വിജയ് സേതുപതി ഒരുപാട് ശ്രമിച്ചു. ഒരു തൃപ്തി വരാതിരുന്ന കാര്യമൊക്കെയാണെന്നും പിന്നീട് നടത്തം കൂടെ ഓക്കെ ആയപ്പോഴാണ് പൂർണ്ണമായും ശില്പയായി മാറിയതെന്നൊക്കെ വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വിജയ് സേതുപതിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു ഗംഭീര കഥാപാത്രം കൂടെയാവും ശില്പ. സേതുപതി ഫഹദ് കോമ്പിനേഷൻ സീനുകൾക്കായും വെയിറ്റിംഗ്. സിനിമയിലെ മറ്റു താരങ്ങളാണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. സമന്ത, രമ്യാകൃഷ്ണൻ, മിസ്കിൻ, ഗായത്രി, ഭഗവതി പെരുമാൾ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ആരണ്യകാന്ഡത്തിൽ എഡിറ്റിംഗ് സഹായിയായിരുന്ന സത്യരാജാണ് ഈ ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. യുവൻ ശങ്കർ രാജയുടെ സംഗീതം, PS വിനോദ്, നീരവ് ഷാ എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സൂപ്പർ ഡീലക്സിൻ്റെ ട്രെയിലർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെ വലുതാണ്. ആരണ്യകാന്ഡം ഞാൻ ഏകദേശം 5 വർഷങ്ങൾക്ക് മുന്നെയാണ് കണ്ടത്. തിരുവനന്തപുരത്ത് റിസർച്ചിന് ശേഷം ഹരിശങ്കർ എന്ന പേരൊരു സുഹൃത്തുണ്ടായിരുന്നു. അണ്ണൻ സജസ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. കോപ്പി ചെയ്ത് വെച്ചെങ്കിലും കാണാൻ ഒരുപാട് വൈകി. കണ്ടപ്പോൾ മുതലുള്ള കാത്തിരിപ്പായിരുന്നു ത്യാഗരാജൻ കുമാരരാജയുടെ അടുത്ത ചിത്രം കാണാൻ. സംവിധായകനും ടെക്നീഷ്യനും അഭിനേതാക്കളും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്നു. അതേസമയം സംവിധായകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സിനിമയ്ക്ക് വരൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു സാധാരണ സിനിമ കാണാൻ വരുന്നത് പോലെ വരും, നിങ്ങളെ നിരാശരാക്കില്ല. എന്നാലും പ്രതീക്ഷകളെപ്പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൂപ്പർ ഡീലക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമായിരുന്നു.
ശേഷം സിനിമ കണ്ട ശേഷം. ബൈ ബൈ.